ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ശ്രീ ജ്യോതികുമാർ ചാമക്കാലം, ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി 3 കാരണങ്ങൾ എണ്ണി പറയുന്നു. എങ്ങനെയൊക്കെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ വേട്ടയാടുക? 1, എങ്ങനെയാണ് ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി? 2, എങ്ങനെയാണ് ഗവർണർമാരെ വിട്ട്? 3, എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ വിട്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി? ഏറ്റവും കൂടുതൽ ഹേമന്ത് സോറൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയാണ് അവിടെ കർണാടകയുടെ സമരം. എന്തായിരുന്നു മുദ്രാവാക്യം? ചലോ ദില്ലി, ലെറ്റ്സ് ഗോ ഫോർ ഫിനാൻഷ്യൽ ജസ്റ്റിസ്. 1,87,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. മൈ ടാക്സ് മൈ റൈറ്റ് എന്നതാണ് കർണാടകയുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഭിന്നമാകുന്നത് എങ്ങനെയാണ്? ഈ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിന് ഏതാണ് യോജിക്കാൻ കഴിയാത്ത മുദ്രാവാക്യം? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, ഇവിടെ BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നലെ കർണാടകയും ഇന്ന് കേരളവും ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരം നടത്തി. സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാർ കഴിഞ്ഞ 7.5 വർഷം, 7.25 വർഷം, 8 വർഷത്തോളം ആകുന്നു ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, BJPയുടെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനങ്ങളോട് അവഗണന ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ അവഗണന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ BJPക്കെതിരായി ഇന്നലെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമരമുണ്ടായി. താങ്കൾ പറഞ്ഞതുപോലെ ടാക്സ് മാത്രമല്ലായിരുന്നില്ല അവിടുത്തെ പ്രശ്നം. അവിടെ സംസ്ഥാനത്ത് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ബസ് യാത്ര പരിപൂർണമായും സൗജന്യമാക്കി കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്ന ഫണ്ടിന്റെ ഭീമാകാരമായ ചുരുക്കം ചൂണ്ടിക്കാണിക്കുന്ന ആരൊക്കെയാണ്? ഭീമാകാരമായ ചുരുക്കം ചൂണ്ടിക്കാണിക്കുന്ന കർണാടകയാണ്, പഞ്ചാബാണ്, ഡൽഹിയാണ്, അല്ലേ? ഒട്ടുമിക്ക എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുമാണ്. ആ സമരത്തോട് ചേർന്ന് നിൽക്കാൻ കോൺഗ്രസിന് മടിയെന്താണ് ചാമക്കാല? ഞാൻ പറയുന്നത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് താങ്കൾ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ്? യെസ് ഓർ നോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾക്ക് ഞാൻ പറഞ്ഞു വന്നതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാം, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഞാൻ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നമാണ് കർണാടകയുടെ പ്രശ്നം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. സമയം കളയുന്നില്ല. അവിടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകിയതുൾപ്പെടെ, അവിടെ 200 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും സൗജന്യമായി നൽകുന്നതുൾപ്പെടെ, അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അത് ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ആദ്യത്തെ 1 വർഷം 2000 രൂപ കൊടുക്കുന്നതുൾപ്പെടെ, എല്ലാ സ്ത്രീകൾക്കും ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് 2000 കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൂളിൽ ലഭിക്കേണ്ട തുകയെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. അത് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് സമരം ചെയ്യുന്നത്. ഒപ്പം അവിടെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വർഷങ്ങൾ ജസ്റ്റ് തർക്കമേ ഉള്ളൂ കർണാടകയ്ക്ക്. കിട്ടാൻ തുകയുണ്ട് എന്നത് വളരെ ലൈറ്റായി ഒരു തർക്കമുണ്ട്, അത് പരിഹരിക്കണം എന്നതാണോ കർണാടകയുടെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഈ തണുപ്പത്തും ജന്തർ മന്ദിറിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ ചാമക്കാല? താങ്കൾ എന്നെ അങ്ങ് ഉദ്ദേശിപ്പിക്കായിരിക്കും. ഞാൻ സംസാരിക്കട്ടെ, താങ്കളുടെ ഭാഷയിൽ ഞാൻ സംസാരിക്കണം. താങ്കളുടെ ഇൻട്രോയ്ക്ക് അനുസരിച്ച് ഞാൻ വാക്കുകൾ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ, ഞാനൊന്ന് ചൂടായി വരട്ടെ. താങ്കൾ തുടക്കത്തിൽ ചൂടായിട്ടല്ലേ? അപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നികുതി പണത്തിൻ്റെ വക അവർക്ക് കിട്ടേണ്ട വിഹിതം ലഭിക്കണം എന്നൊരാവശ്യമുണ്ട്. ഒപ്പം ആ സംസ്ഥാനത്ത് നടക്കുന്ന കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിനെ സംബന്ധിച്ച്, അതിന് നൽകേണ്ട പദ്ധതികളെ സംബന്ധിച്ച്, നിരവധി പദ്ധതികളെ സംബന്ധിച്ച് കേന്ദ്രത്തിന് മുന്നിൽ പ്രപ്പോസൽ വെച്ചിട്ട് അത് അംഗീകരിക്കാത്തതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന് സമ്പത്ത് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് അവിടെ സമരം നടന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന് കിട്ടാനുള്ള വിഹിതം ലഭിക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിന് കിട്ടാനുള്ള വിഹിതത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് 50,000-നും 60,000-നും ഇടയ്ക്ക് കോടി രൂപ അവർ ലഭിക്കാനുണ്ട് എന്ന് പറയുന്നു. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 7.5 വർഷമായി ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷം കേരളത്തിലെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മോശമാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള തുക കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇവിടെ ഇത് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സാമാന്യമായ ഈ സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെ പാലിക്കണം എന്ന് നിരവധി തവണ UDF ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. UDFിനെ സംബന്ധിച്ച് നിരവധി തവണ ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന്. അതിന് തയ്യാറായിട്ടില്ല. മാത്രമല്ല അവർ ഈ പറയുന്ന 57,000 കോടിയുടെ സ്പ്ലിറ്റപ്പിനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഒരു ഭാഗത്ത് മറ്റൊന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് കോടതിയിൽ പോകുമ്പോൾ മറ്റൊരു ആവശ്യമുണ്ട്. കോടതിയിൽ എന്താ ആവശ്യം? കടമെടുപ്പ് പരിധി പരിപൂർണമായും ഇല്ലാതാക്കണം. പ്രായോഗികമായും അത് നടപ്പുള്ള കാര്യമല്ല. എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, അവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഈ 57,000-58,000 കോടി കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റപ്പ് പറയേണ്ടതില്ലേ? അത് എങ്ങനെയാണെന്ന് പറയേണ്ടതില്ലേ? ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ധാരാളിത്തത്തെക്കുറിച്ച്
അതിനപ്പുറത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി ചാമക്കാല, അപ്പൊ 57,000 കോടി കയറി പിടിക്കുകയാണെങ്കിൽ 57,000 കോടി ഇപ്പോ ദ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചോദിച്ചു ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. Will the Minister of Finance be pleased to state? ചോദ്യം ഇതാണ്. A. Whether the government is aware that the Finance Department of Kerala government has released a statement that there is a reduction of to around rupees 57,000 crores of central assistance in terms of tax revenues and central grants to schemes to the state of Kerala. മൂന്നാമത്തെ ചോദ്യം. The reasons for this drastic reduction of central assistance of rupees 57,000 crore to Kerala and the components of central assistance on which the reductions are reflected എന്നൊക്കെ ചോദ്യത്തിന് പങ്കജ് ചൗധരിക്ക് കൃത്യമായി വേണമെങ്കിൽ മറുപടി പറയാം. താങ്കൾ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ 57,000 കോടി ഒന്നും ഇല്ല, അത്രയൊന്നുമില്ല എന്ന മറുപടി പറയാം. അങ്ങനെ മറുപടി ഇതിലില്ല. ഉത്തരത്തിനകത്ത് 57,000 കോടി കേന്ദ്രം കൊടുക്കാനില്ല എന്നതില്ല ജ്യോതികുമാർ ചാമക്കാല. ഏതൊക്കെ കാലത്ത് എന്താണ് കേന്ദ്രം സംസ്ഥാനത്ത് കൊടുക്കാനുള്ള വിഹിതം എങ്ങനെ എന്നുള്ള ഒരു ചട്ടപ്പടി മറുപടിയാണിത്. അപ്പൊ കേന്ദ്രത്തിനും അപ്പൊ കേന്ദ്രം വ്യക്തത വരുത്തണ്ടേ? രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം 57,000 കോടിയിൽ കേന്ദ്രത്തിന് വ്യക്തത വരുത്തണ്ടേ? കേന്ദ്രം വ്യക്തത വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തായാലും ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ സമ്പത്താണെന്നാണ്. അതെ അതെ. ഞാൻ ഒരു കാര്യം ഹാഷ്മിയോട് ചോദിക്കട്ടെ. ഈ സംസ്ഥാനത്ത് GSTയുടെ കോമ്പൻസേഷൻ 2017 മുതൽ 2022 വരെയാണ് കേന്ദ്രം നമുക്ക് നൽകിയിരുന്നത് നിയമപ്രകാരം പാർലമെന്റ് പാസാക്കിയ നിയമമനുസരിച്ച്. അപ്പോൾ 2017 മുതൽ 2022 വരെ, അതായത് മുൻ വർഷങ്ങളെക്കാൾ പിന്നെ നമ്മുടെ ടാക്സിലെ ഗ്രോത്ത്, GST വഴിയുള്ള ഗ്രോത്ത് 14% അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കോമ്പൻസേറ്റ് ചെയ്ത രീതിയിലുള്ള തുക നൽകുമെന്ന് പറഞ്ഞിരുന്നു. 2022 അവസാനിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ 2022 ശേഷം ഞങ്ങൾക്ക് 12,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് കിട്ടാനുള്ള തുകയാണോ, ആഗ്രഹിക്കുന്ന തുകയാണോ? ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ മരം കാണുകയും കാട് കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മരം കാണുകയും കാട് കാണാതിരിക്കുകയുമാണ്. 80കളിലെ 3.9% നിന്ന് 2.45%ലേക്കും പിന്നീട് 1.92%ലേക്കും കുത്തനെ കൂപ്പൂത്തി ഇടിഞ്ഞു കിടക്കാണ് നമുക്ക് കിട്ടുന്ന ഡെവല്യൂഷൻ. അപ്പോഴാണോ നിങ്ങൾ സാർ 1.92% പറയുമ്പോൾ എത്ര കോടിയുടെ കുറവാണ് കേരളത്തിൽ കിട്ടുന്നത്? അപ്പൊ ഈ GST ഇപ്പൊ ഞാൻ പറഞ്ഞ GST കോമ്പൻസേഷൻ കിട്ടിയ കാലത്തോളം സാർ, GST കോമ്പൻസേഷൻ കിട്ടിയ കാലത്ത് ഇതിൽ നിന്ന് ഒരു പരിധിവരെ സമാധാനം ഉണ്ടായിരുന്നു. അത് കിട്ടാത്തപ്പോൾ നമ്മൾ കരയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനുടനെ സാങ്കേതികത പിടിക്കുകയാണ് ചാമക്കാല ചെയ്യേണ്ടത്. കേരളത്തിനൊപ്പം നിൽക്ക്. ശ്രീ പിന്നെ മുൻ MP ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കളോട് നമ്മൾ തമ്മിലൊന്ന് സംവദിക്കാം, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംവദിക്കാം. താങ്കൾ പറയുന്നു ഒരു കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമം GST പോലും സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പ്രാപ്തിയായിട്ടില്ല, അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് നമുക്കറിയാം. ഏതായാലും 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം ആഗ്രഹിക്കുന്നത് തെറ്റുന്നില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഞങ്ങളുടെ റൈറ്റ് ആണ് എന്ന് പറഞ്ഞതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരാം. താങ്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ ഒരു ആങ്കർ ആണ്, താങ്കൾ നിയന്ത്രിക്കുന്ന ആളാണ്. താങ്കൾ ഡെവല്യൂഷനെ സംബന്ധിച്ച് ഡെവല്യൂഷൻ 14 കേട്ടോളൂ, ഞാൻ കൃത്യമായിട്ട് കേട്ടോളൂ, നമുക്ക് സംബന്ധിച്ച് തന്നെ പോവാം. താങ്കൾ പറഞ്ഞു എന്താ 10ാം ധനകാര്യ കമ്മീഷനിൽ നമുക്ക് ഡെവല്യൂഷനായി ലഭിച്ചിട്ടുള്ളത് 3.48 ആണ്. ഒരു തർക്കവുമില്ല. അതിനുശേഷം നോക്കൂ, 13ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് അത് 2.3 ആയി കുറഞ്ഞു. 14ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് അത് 2.5 ആയി. 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് 1.98 ആയി കുറഞ്ഞു. ശരിയാണ്. ഇനി ഞാൻ താങ്കളോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നത് നിങ്ങളുടെ കേൾക്കുന്നേ, ഞാൻ പറഞ്ഞു തീർക്കുന്നേ. താങ്കൾ ഈ പറയുന്ന ചുരുക്കത്തിന്റെ കാരണം കൂടി എന്താണ് ചാമക്കാല? പോകാതെ ഹാഷ്മി, ഞാനും ഇത് എന്തോ ആയിക്കോട്ടെ, ഞാൻ ബാക്കി പറഞ്ഞു കേട്ടിട്ട് താങ്കളുടെ ആങ്കർ അല്ലേ സാർ? അവിടെയാണ് പ്രധാന കാരണം കിടക്കുന്നത്. അതിന്റെ പ്രധാന കാരണം കിടക്കുന്നത്. നമ്മൾ ജനസംഖ്യയിൽ നിയന്ത്രണം ഉണ്ടാക്കി, നമ്മുടെ ആളോഹരി വരുമാനം കൂടി, നമ്മൾ നന്നായത് നമ്മൾ ശിക്ഷ അനുഭവിക്കണോ ചാമക്കാല? ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾ എന്നെ ഒന്ന് കേൾക്കൂ. അവിടെ ആ ഇൻഡെക്സിൽ സ്വാഭാവികമായി അത് മാറ്റണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഇവിടെ നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾ അച്ചീവ് ചെയ്തതിന്റെ പേരിൽ നമ്മളെ പീനലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തിരിച്ചൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഡെമോഗ്രാഫി ഇൻഡെക്സ് അഥവാ ഡെമോഗ്രാഫി അച്ചീവ്മെന്റിൽ ആ കോമ്പൻസേഷൻ നമ്മളുടെ ബർത്ത് റേറ്റ് കുറച്ചതിന്റെ പേരിൽ നമുക്ക് അവിടെ 12% ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് പോട്ടെ, അതൊക്കെ അവിടെ നിൽത്തു. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. ഇവിടെ താങ്കൾ പറഞ്ഞപ്പോൾ ഡെവല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്, 1.98 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് പിന്നെ 10ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്ന 3.48 നിന്ന് 1.98 ആയി എന്നാണ്. അങ്ങനെ അല്ലല്ലോ കണക്കൂട്ടേണ്ടത്. 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5 ആയിരുന്നു. 13ാം ധനകാര്യ കമ്മീഷനിൽ 2.3 ആയിരുന്നു. ഏതായാലും 2.5 ഏറ്റവും അവസാനത്തെ ധനകാര്യ കമ്മീഷൻ 2.5 നിന്ന് 1.98 ആയിട്ടുണ്ട്. അതിന് എടുത്തിട്ടുള്ള ചില യാഡ് സ്റ്റിക്കുകളെ സംബന്ധിച്ച്
അങ്ങനെ പറഞ്ഞു പോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അങ്ങനെ പറഞ്ഞു പോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയ ചോദ്യത്തിൽ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അടക്കം യൂണിയൻ ഷെയർ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അടക്കം യൂണിയൻ ഷെയർ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അടക്കം അർബൻ ലോക്കൽ ബോഡീസ് ഗ്രാൻസും റൂറൽ ലോക്കൽ ബോഡീസ് ഗ്രാൻസും ഹെൽത്ത് സെക്ടർ ഗ്രാൻഡും അടക്കം 2020-21 കിട്ടിയ 11,048 കോടിയിൽ നിന്നും 2023-24 വരുമ്പോൾ കുറഞ്ഞ എത്രയെന്നറിയാവോ ചാമക്കാല? 5,599 കോടി. എത്ര കോടിയുടെ കുറവ്? താങ്കൾ ആ ഭാഗം മാത്രം വായിച്ചു പോയി. നമ്മൾ ഓരോന്നും തീർത്തു പോകാനേ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഡെവല്യൂഷൻ 2.9 നിന്നും 1.98 ആയിട്ടുണ്ട്, 2.5 നിന്നും 1.98 ആയിട്ടുണ്ട്, തർക്കമില്ല. എപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ പിന്നെ ഗ്രാൻഡ് അനുവദിക്കുന്നത്, ഡെഫിസിറ്റ് ഗ്രാൻഡ് അനുവദിക്കുന്നത്? നമ്മുടെ ഇൻകം കുറയുമ്പോഴാണ് ഡെഫിസിറ്റ് ഗ്രാൻഡ് അനുവദിക്കുന്നത്. തർക്കമില്ലല്ലോ, താങ്കൾക്ക് തർക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് താങ്കൾ ഈ പറഞ്ഞ നമ്മുടെ പിന്നെ ഡീൻ കുര്യാക്കോസിന്റെ മറുപടിയിൽ തന്നെ 14ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി മൊത്തം നൽകിയിട്ടുള്ളത് 9,517 കോടി രൂപയാണ്. ആ 14ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി 9,517 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കൊടുക്കുകയും എന്നാൽ ഡെവല്യൂഷൻ ഇനത്തിൽ 89,704 കോടി രൂപ ഉൾപ്പെടെ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ നമുക്ക് മുഴുവൻ ലഭിച്ചിട്ടുള്ള തുകയെ സംബന്ധിച്ച് 80,187 ഡെവല്യൂഷൻ ഉൾപ്പെടെ 89,704 കോടി രൂപയാണ് 14ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് നമുക്ക് തീരെ കണക്കിലേക്ക് മാത്രം പോകണം. ഞാൻ അങ്ങനെ താങ്കൾ ഈ പറഞ്ഞ കണക്കുകൾക്ക് സമാനമായ കണക്ക് വേറൊരാൾ ഇന്നലെ പറയുന്നത് താങ്കൾ ഈ പറയുന്ന കണക്കുകൾക്ക് സമാനമായി കർണാടകയിലെ BJP പറയുന്നുണ്ട്. കർണാടകയിൽ ഇന്നലെ കർണാടകയിൽ ജന്തർ മന്ദറിൽ ഈ പറഞ്ഞ സാങ്കേതിക നൂലാമാലയെ കർണാടക ജന്തർ മന്ദറിൽ അവിടെ കോൺഗ്രസ് നടത്തിയ സമരം രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയിക്കാൻ അവിടുത്തെ BJP പ്രതിപക്ഷം പറയുന്നുണ്ട് ഇതേ കണക്കുകൾ. അക്കാലത്ത് ഇത്ര കിട്ടി, ഇക്കാലത്ത് ഇത്ര കിട്ടി, ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഇതിപ്പോ ഒരു കള്ളസമരമാണ് എന്ന് അവിടുത്തെ BJP പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ ഹാഷ്മി എന്താ ചെയ്തത്? ഹാഷ്മി ആദ്യം എന്നോട് ഡെവല്യൂഷനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഡെവല്യൂഷനും അതുപോലെ തന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തമ്മിൽ കമ്പയർ സംസാരിക്കുമ്പോൾ താങ്കൾ കർണാടകത്തിലേക്ക് വന്നു. ഒന്ന് നിൽക്ക് നമുക്ക് സംസാരിച്ചിട്ട് കമ്മീഷന്റെ ഭാഗമായിട്ട് 80,000 ഞാൻ അതിലേക്ക് പോവാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തെ കുറിച്ചാണല്ലോ, അത് തീർത്ത് നമുക്ക് കർണാടകയിലേക്ക് പോകാനേ ഞാൻ തയ്യാറാണേ. 80,000 കോടി രൂപ 14ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തിൽ ഡെവല്യൂഷന്റെ ഭാഗമായി കിട്ടിയെങ്കിൽ 9,000-ലധികം കോടി രൂപ ആ കാലത്ത് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ നമുക്കറിയാമല്ലോ, 15ാം ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തീരുകയാണ്, 2024 തീരുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നാളിതുവരെ നമുക്ക് പിന്നെ ഡെവല്യൂഷൻ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത് 63,429 കോടി രൂപ മാത്രമാണ്. എന്നാൽ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 80,000-ലധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡെവല്യൂഷൻ നാളിതുവരെ കിട്ടിയിട്ടുള്ളത് 63,429 കോടി രൂപയാണ്. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് 53,345 ആണ്. അങ്ങനെ വരുമ്പോൾ ഓവറോൾ രണ്ടുകൂടെ ചേർത്ത് കിട്ടുന്നത് 1,15,70,000. ബാക്കി കണക്കുകൾ ബി ഗോപാലകൃഷ്ണൻ പറയട്ടെ.